ഇന്ന് നമുക്ക് രാമശ്ശേരി ഇഡ്ഡലിപ്പൊടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. കാരണം ഞാൻ യൂട്യൂബിൽ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് അന്ന് മുതൽ തുടങ്ങിയതാണ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിടന്നാലോ വേഗം. നമുക്ക് 1 കപ്പ് അരി, ഏത് അരിയായാലും കുഴപ്പമില്ല, വെള്ളരി ആണെങ്കിലും കുഴപ്പമില്ല. അതുപോലെ വേണ്ടത് പരിപ്പ്, കടലപ്പരിപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ വലിയ പരിപ്പാണ് ഞാൻ എടുത്തത്. അതുപോലെ തന്നെ ഉഴുന്ന്. ഇതെല്ലാനും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് തണുക്കാനായി മാറ്റി വയ്ക്കണം. പിന്നെ നമുക്ക് വേണ്ട മസാലയ്ക്ക് ഒരു 1.5 ടീസ്പൂൺ കുരുമുളക്, അതുപോലെ 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കറുത്ത എള്ള്, ഇത് മൂന്നും കൂടി നന്നായിട്ട് ഇതേപോലെ മീഡിയം ഫ്ലെയിമിൽ തന്നെ നെല്ലൊന്ന് വറുത്ത് മാറ്റി വയ്ക്കണം. അതിനുശേഷം നമുക്ക് വേണ്ടത് കാശ്മീരി മുളക്. സാധാരണ എരിവുള്ള മുളകും വേണമെങ്കിൽ ചേർക്കാം, ഞാൻ പക്ഷേ കാശ്മീരി മുളക് മാത്രമാണ് എടുത്തത്. അതിനുശേഷം കുറച്ച് കറിവേപ്പില നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് വരുന്നവരെ മീഡിയം ഫ്ലെയിമിൽ തന്നെ വറുത്തെടുക്കും. എന്നിട്ട് ഇതെല്ലാം കൂടി അരയ്ക്കാനായിട്ട് മിക്സിയുടെ ജാറിലോട്ടിട്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ രാമശ്ശേരി ഇഡ്ഡലിപ്പൊടി റെഡി. കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഇതൊന്ന് കഴിച്ച് നോക്കണമെന്ന്. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ എന്തിൻ്റെ കൂടെയൊക്കെയാണ് ഇത് കഴിക്കാൻ പറ്റാമെന്ന് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്തായാലും ഞാൻ ഇഡ്ഡലിയുടെ മേലെ കുറച്ചൊക്കെ ഒന്ന് വിതറി അതിന് ശേഷം ഈ പൊടിയെടുത്ത് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന്, ഞാൻ അങ്ങനെയാണ് കണ്ടേക്കണേ. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് മുക്കി കഴിച്ചു നോക്കി. സൂപ്പർ ടേസ്റ്റാണ്. എന്തായാലും ഇത് കഴിക്കാത്തവർ ഇനിയുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അടിപൊളി ടേസ്റ്റാണ്. എന്താ പറയുക, ദോശയുടെ മേലെ അല്ലെങ്കിൽ ഇഡ്ഡലിയുടെ മേലേക്ക് നമ്മളിങ്ങനെ തട്ടുകടയിലും പല പല ഹോട്ടലുകളിലും ഞാനിത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനി ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റും ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.